ശാരീരികമായും മാനസികമായും തളർന്നുപോയ 65-കാരി ചികിത്സാ സഹായം തേടുന്നു. പൊൽപ്പുള്ളി പനയൂർ അത്തിക്കോട് നെടുമ്പുര കറുത്തവളപ്പിൽ വീട്ടിൽ യശോദയാണ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഇടുപ്പിലെ ഡിസ്ക് തകരാർ മൂലം ശസ്ത്രക്രിയയ്ക്ക് വിധേയയായതാണ് യശോദ. പിന്നീട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടെ ശാരീരികമായി മാത്രമല്ല മാനസികമായും തളർന്നു. മകൾ സുനിതയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന യശോദയുടെ സ്ഥിതി ഏറെ പരിതാപകരമാണ്. തലചായ്ക്കാൻ സ്വന്തമായി വീടില്ലാത്ത ഇരുവരും വാടക വീട്ടിലാണ് താമസം. ആരോഗ്യമുള്ള പ്രായത്തിൽ നഴ്സിംഗ് ജോലിയിലൂടെ നിരവധി പേർക്ക് ആശ്രയമാവാൻ യശോദയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തളർന്നുപോയ സമയത്ത് ആരെങ്കിലുമൊക്കെ കൈത്താങ്ങാവുമെന്ന പ്രതീക്ഷ ഇവർ പങ്കുവയ്ക്കുന്നു. മകൾ സുനിത യശോദയെ പരിചരിക്കാനുണ്ടെങ്കിലും ജോലിയും വരുമാനവുമില്ലാത്തതിനാൽ ദൈനംദിന ചിലവുകളും ചികിത്സയും വീട്ടുവാടകയുമെല്ലാം മുടങ്ങിയ സ്ഥിതിയാണ്. സന്മനസ്സുള്ള നാട്ടുകാർ നൽകുന്ന സഹായം ഇവർക്ക് താൽക്കാലിക ആശ്വാസമാവുന്നുണ്ടെങ്കിലും യശോദയുടെ ചികിത്സയ്ക്കുള്ള വലിയ തുക കണ്ടെത്തുകയെന്നത് ചിന്തിക്കാവുന്നതിനുമപ്പുറമാണ്. നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് പട്ടിണിയില്ലാതെ മുന്നോട്ടു പോകുന്നതെന്നും ചികിത്സയ്ക്കും മറ്റുമായി വലിയ തുക മാസം തോറും ആവശ്യമായി വരുന്നതിനാൽ സുമനസ്സുകൾ കനിയണമെന്നുമാണ് ഈ കുടുംബത്തിന്റെ അഭ്യർത്ഥന. എൻ്റെ പേര് സുനിത. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഭർത്താവുണ്ട്. ഞങ്ങൾ തമ്മിൽ വേറെ താമസിക്കണത്. പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ സൈക്കാട്രി ഇതിൻ്റെ പ്രശ്നമുണ്ട്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇടുപ്പിൻ്റെ താഴെ തളർന്ന് കിടക്കുകയാണ്. സ്പൈനൽ കോഡ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. 10-20 വർഷമായി. പിന്നെ എനിക്ക് ശ്വാസം മുട്ടലുള്ളത് കൊണ്ട് വേറെ ജോലിക്ക് പോകാനും ഇതാവാനൊന്നും പറ്റാറില്ല അധികം. പിന്നെ ഞങ്ങൾ വാടക വീട്ടിലാണ് ഇരിക്കണത്. വീടില്ല ഇരിക്കാനായിട്ട്. സ്ഥിര വരുമാനങ്ങളായിട്ടൊന്നുമില്ല. ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പം ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ മാസം അമ്മയ്ക്ക് ഈ മരുന്ന് വാങ്ങാനും 2-3 വയ്യായ്കളുള്ളത് കൊണ്ട് മാസം ഈ മരുന്ന് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. പൈസകൾ ഒരുപാടാവുന്നുണ്ട്. മാനസികമായിട്ടുള്ളതിനെയും വേണം. പിന്നെ സ്പൈനൽ കോഡ് ഓപ്പറേഷൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെയും വേണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് കഷ്ടപ്പാടിലാണ്. ഞങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കും. ഒപ്പമുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിന് താങ്ങാവേണ്ടിയിരുന്ന മകനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നത് യശോദയുടെ മനസ്സിന് മറ്റൊരു മുറിവായി നിലനിൽക്കെ സുമനസ്സുകളുടെ സഹായമില്ലാതെ മുന്നോട്ടു പോകാൻ ഈ കുടുംബത്തിന് കഴിയില്ല. കരുണ പറ്റാത്തവരുടെ സഹായഹസ്തങ്ങൾ ഇവരിലേക്ക് നീളുമെന്ന് പ്രതീക്ഷിക്കാം. UTV ന്യൂസ്, പാലക്കാട്.